ബംഗ്ലാദേശ് അവരുടെ ദേശീയ പാരമ്പര്യത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജീബുർ റഹ്മാന്റെ ചിത്രമടങ്ങിയ നോട്ടുകളെല്ലാം മാറ്റി മറ്റ് ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ നോട്ടുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ? അവരുടെ ഉദ്ദേശം എന്താണ്? ഇന്നലെ ഇറങ്ങിയ നോട്ടുകൾ മുതൽ ഇനി രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാന്റെ ചിത്രങ്ങൾ നോട്ടുകളിൽ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ഇറങ്ങിയ നോട്ടുകളിൽ രാഷ്ട്രപിതാവിൻ്റെ ചിത്രങ്ങളില്ല. അതിനു പകരം പ്രകൃതി ചിത്രങ്ങൾ, പിന്നെ ആളുകൾ വരച്ച ചിത്രങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളാണ് നോട്ടുകളിൽ കാണുന്നത്. മുജിബുർ റഹ്മാനെ ഈ യൂനുസ് അധികാരമേറ്റ ശേഷം മുജിബുർ റഹ്മാനെ തള്ളിക്കളയുന്ന ധാരാളം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ മുജിബുർ റഹ്മാനെതിരെ അതായത് സെമിനാറുകളുമൊക്കെ യൂനുസ് വന്ന ശേഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ സെമിനാറുകളിൽ പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയാണ്, മുജിബുർ റഹ്മാൻ അല്ല. ജിന്നയുള്ളത് കൊണ്ടാണ് പാകിസ്ഥാൻ ഉണ്ടായത്. അങ്ങനെ പാകിസ്ഥാൻ ഉണ്ടായത് കൊണ്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. അതുകൊണ്ട് മുഹമ്മദ് അലി ജിന്നയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന സെമിനാറുകളുമൊക്കെ അവിടെ ഈ അക്കാദമീഷ്യന്മാരുമൊക്കെ സംഘടിപ്പിച്ചതൊക്കെ നമ്മൾ മുമ്പും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. മുജിബുർ റഹ്മാൻ്റെ കുടുംബാംഗങ്ങളെ മുജിബുർ റഹ്മാനെ ഒക്കെ പിൽക്കാലത്ത് കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ മുജിബുർ റഹ്മാൻ്റെ പൈതൃകം മൊത്തത്തിൽ ഷെയ്ഖ് ഹസീന മുജിബുർ റഹ്മാൻ്റെ മകളാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പൈതൃകം കൂടി മുജിബുർ റഹ്മാൻ്റെ ഷെയ്ഖ് ഹസീനയുടെ ഓർമ്മകൾ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഈ നോട്ടുകൾ കാണുമ്പോൾ മുഴുവൻ ആളുകൾ ഷെയ്ഖ് ഹസീനയും കൂടി ഓർക്കുമല്ലോ. ബംഗബന്ധു മുജിബുർ റഹ്മാൻ എന്നാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. കാരണം ബംഗ്ലാദേശ് യുദ്ധമൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെയും ഒരു വീരനൊക്കെ ആയിരുന്നു അക്കാലത്ത് മുജിബുർ റഹ്മാൻ. മുക്തിബാഹിനി പോരാടുന്നു, പാകിസ്ഥാനെതിരെ പോരാടുന്നു. മാത്രമല്ല ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ബംഗ്ലാദേശ്, കിഴക്കൻ ബംഗാൾ. അവിടെ നിന്നൊക്കെ 1000 കിലോമീറ്റർ അകലെയാണ് ഈ പടിഞ്ഞാറൻ പാകിസ്ഥാൻ. രണ്ടും തമ്മിൽ ശരിക്കും ഭൂമിപരമായിട്ട് ബന്ധമൊന്നും ഇല്ല. ഈ കിഴക്കൻ ബംഗാളിൽ അവർ ഹെലികോപ്റ്ററിലോ വിമാനത്തിലോ ഒക്കെ വരണമായിരുന്നു ധാക്കയിൽ, അല്ലാതെ വണ്ടി ഓടിച്ചൊന്നും വരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് അത് യുദ്ധത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഞായറാഴ്ച ഇന്നലെ മുതൽ പുതിയ നോട്ടുകൾ വന്നു. അപ്പോൾ 17 കോടി ആണ് ജനസംഖ്യ. ഇതിൻ്റെ പാകിസ്ഥാൻ്റെ ഏതാണ്ട് 24 കോടി വരും. അപ്പോൾ ബംഗ്ലാദേശ് പോയപ്പോൾ ഏതാണ്ട് 60% ജനസംഖ്യ തന്നെ ഇല്ലാതായി, ഭൂവിഭാഗവും ഇല്ലാതായി. ഇനി ബലൂചിസ്ഥാൻ പോയ ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ പകുതിയും കൂടി പോകും. അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. അപ്പോൾ ഞായറാഴ്ച ഹസീനയ്ക്കെതിരെ വിചാരണ അവിടെ തുടങ്ങുകയും ചെയ്തിരുന്നു. അവർ മാനവരാശിക്കെതിരെ തന്നെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രാദേശിക ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഹേഗിലൊക്കെ നടക്കുന്ന എന്താണെന്ന് തോന്നും. ഇത് നാടൻ രാജ്യാന്തര ട്രൈബ്യൂണൽ. അത് ഹസീന തന്നെ ഉണ്ടാക്കിയതാണ്. 1971 യുദ്ധത്തിലെ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ. അത് അവരുണ്ടാക്കിയ ട്രിബ്യൂണൽ തന്നെ അവർക്കെതിരെ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ചിത്രങ്ങൾ, മുജീബിൻ്റെ ചിത്രങ്ങളില്ലാതെ നോട്ടുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെയുള്ള സകല നോട്ടുകളിലും മുജീബിൻ്റെ ചിത്രങ്ങളുണ്ടായിരുന്നു. 1975 അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത്, മുജീബിൻ്റെ വധം. അപ്പോൾ ബാങ്കിൻ്റെ വക്താവ് പറഞ്ഞു, ഇനി മനുഷ്യരുടെ ചിത്രങ്ങൾ നോട്ടുകളിൽ ഉണ്ടാവില്ല, പ്രകൃതി രമണീയതയൊക്കെ ആയിരിക്കും, ചരിത്ര സ്മാരകങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ബാങ്കിൻ്റെ വക്താവ് ആരിഫ് ഹുസൈൻ പറഞ്ഞതാണ്. ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇറങ്ങിയ നോട്ടുകളിലും ഉണ്ട്, അത് അസാധാരണമാണ്. മുമ്പ് ചിത്രകാരനായിരുന്ന സൈനുൽ ആബിദിൻ്റെ ചിത്രങ്ങൾ ഉണ്ട് ചില നോട്ടുകളിലുമൊക്കെ. ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായ ക്ഷാമം ഉണ്ടല്ലോ, ബംഗാൾ ക്ഷാമം, അതിനെപ്പറ്റി സൈനുൽ ആബിദ് വരച്ച ചിത്രങ്ങൾ ഇപ്പോൾ ഉള്ള നോട്ടുകളിലുണ്ട് മുജിബുർ റഹ്മാന് പകരം. പിന്നെ രക്തസാക്ഷി സ്മാരകം 1971 അത് നോട്ടിലുണ്ട്. പിന്നെ
9 ഡിനോമിനേഷൻ നോട്ട്സ് വന്നിട്ടുണ്ട്, 9 തുകയ്ക്കുള്ളത്, 500 പോലുള്ള. ആ 9 എണ്ണത്തിൽ 3 എണ്ണവും മറ്റേ ഇങ്ങനത്തെ ചിത്രങ്ങളാണ്. പിന്നെ പഴയത് തൽക്കാലം മുജീബിൻ്റെത് അത് ക്യാൻസൽ ചെയ്യുന്നില്ല, റദ്ദാക്കുന്നില്ല, അതൊക്കെ ഓടിക്കൊണ്ടിരിക്കും നോട്ടുകൾ. അപ്പോൾ രാഷ്ട്രീയം മാറുമ്പോൾ ഈ നോട്ടുകൾ മാറുന്നത് ബംഗ്ലാദേശിലെ ആദ്യത്തെ സംഭവമല്ല. 1972 ഈ ബംഗ്ലാദേശ് ഉണ്ടായ ശേഷം മറ്റേ ബംഗ്ലാദേശിൻ്റെ ഭൂപടം വെച്ചിട്ട് നോട്ടുകൾ ഇറങ്ങിയിരുന്നു. പുതിയ ഭൂപടം, പാകിസ്ഥാനിൽ നിന്ന് പിരിഞ്ഞ ശേഷമുള്ള ഭൂപടം. അത് കഴിഞ്ഞാണ് മുജിബുർ റഹ്മാൻ വന്നത്. ഷെയ്ഖ് ഹസീന 15 കൊല്ലം ഭരിച്ചല്ലോ. അപ്പോൾ മുജിബ് തന്നെ ആയിരിക്കും രാഷ്ട്രപിതാവിൻ്റെ, ഗാന്ധിയുടേത് നമ്മൾ വെക്കുന്നുണ്ട്, അതുപോലെ അവർ രാഷ്ട്രപിതാവിൻ്റെ വെക്കുന്നുണ്ട്. ജിന്നയുടേത് പാകിസ്ഥാൻ വെക്കുന്നുണ്ട് രാഷ്ട്രപിതാവിൻ്റെ. അപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP, ഇപ്പോൾ അവിടെ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കുന്ന ആ പാർട്ടി, അവർ ഭരിച്ചിരുന്നപ്പോൾ ചരിത്ര സ്മാരകങ്ങൾ, പുരാവസ്തു സ്മാരകങ്ങൾ, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ ഹസീനയുടെ വിചാരണ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അസാന്നിധ്യത്തിൽ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് അത് അടിച്ചമർത്തി 1400ഓളം പേരെ കൊന്നു. ഇതാണ് അവർക്കെതിരായ കേസ്. ഹസീനയ്ക്ക് ഇപ്പോൾ 77 വയസ്സാണ്. അവർ ഡൽഹിയിൽ എവിടെയോ ആണ്. ഇന്ത്യയിലേക്ക് അവർ പലായനം ചെയ്തു, അവർക്ക് അഭയം കൊടുത്തു. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ, അതിൻ്റെ ചീഫ് പ്രോസിക്യൂട്ടർ മുഹമ്മദ് താജുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആളാണ് ഈ യൂനുസിൻ്റെ ഭരണത്തിൻ്റെ ആൾ. ഇതിൻ്റെ അകത്ത് ഈ ഹസീന അല്ലാത്ത പ്രതികൾ, പിന്നെ മുൻ പോലീസ് ചീഫ്, പോലീസ് മേധാവി ചൗധരി അബ്ദുള്ള, അദ്ദേഹം കസ്റ്റഡിയിലാണ്. ചൗധരി അബ്ദുള്ള അൽ മാമുൻ, അദ്ദേഹം കസ്റ്റഡിയിലുണ്ട് അവിടെ പോലീസിൻ്റെ. പിന്നെ ആഭ്യന്തരമന്ത്രി അസദുമാൻ ഖാൻ കമാൽ, അദ്ദേഹം പലായനം ചെയ്തു, ഹസീനയെ പോലെ തന്നെ. അദ്ദേഹത്തിനെ പിടിച്ചിട്ടില്ല. പിന്നെ ബംഗ്ലാദേശ് TV ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട് വിചാരണ. നാട്ടുകാർ മുഴുവൻ ഈ ഷെയ്ഖ് ഹസീനയെ വെറുക്കണമല്ലോ. അപ്പോൾ അത്തരം വിവരങ്ങളല്ലേ പറയുള്ളൂ അതിൻ്റെ അകത്ത്. ഹസീനയ്ക്ക് വേണ്ടി ആരും ഹാജരാകാൻ പറ്റില്ല, പറയാനും ഇല്ല. വീഡിയോകൾ, ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, ഓഡിയോ ക്ലിപ്പിങ്സ്, പിന്നെ ഹസീനയുടെ ഫോൺ സംഭാഷണങ്ങൾ, ഇതൊക്കെ തെളിവായിട്ട് ഹാജരാക്കുന്നുണ്ട് ഈ ചീഫ് പ്രോസിക്യൂട്ടർ. പിന്നെ ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, അതിൻ്റെ നീക്കങ്ങൾ ആ സമയത്തെ, അതുമൊക്കെ ഈ ട്രയലിൽ വരുന്നുണ്ട്. മെയ് 25 മറ്റുള്ളവർക്കെതിരായ വിചാരണകളൊക്കെ തുടങ്ങിയിരുന്നു. 8 പോലീസുകാർക്കെതിരായ വിചാരണ 25-ാം തീയതി നടന്നു. ഓഗസ്റ്റ് 5 8 പേരെ കൊന്നു എന്നാണ് ഈ 8 പോലീസുകാർക്കെതിരായ കുറ്റം. 4 പോലീസുകാർ കസ്റ്റഡിയിലാണ്, 4 പേര് അവിടുന്ന് എവിടെയോ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. 2009 ഹസീന ഈ ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ 1971 യുദ്ധത്തിലെ കുറ്റവാളികളെ എന്ന് പറഞ്ഞാൽ, അന്ന് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ്റെ കൂടെ ആയിരുന്നു, ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെയാണ് അതിൻ്റെ അകത്ത് കൂടുതലും ഉണ്ടാവുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നിരോധനം സുപ്രീം കോടതി നീക്കി. ഇനി ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഞായറാഴ്ച സുപ്രീം കോടതി ജമാഅത്തെ ഇസ്ലാമിയുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ സംഭവവികാസങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഈ നോട്ടിൽ നിന്നും മുജീബിനെ മാറ്റിയതും ഒരു രാഷ്ട്രീയ സംഭവവികാസം തന്നെ. അതായത് ഇന്ത്യയെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രം കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആകത്തുകയായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം വീണ്ടും അത് പയറ്റാൻ പാകിസ്ഥാൻ എങ്ങനെയാണോ, പാകിസ്ഥാനിലെ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ളതാണ്, ക്രഷ് ഇന്ത്യ എന്നാണ് അവർ റോഡുകളിലൊക്കെ എഴുതി വയ്ക്കുക. അത് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ സിലബസ് ഒക്കെ മാറ്റിയിരുന്നു. ഈ ബംഗ്ലാദേശിലെ സിലബസ് യൂനിസ് വന്ന ശേഷം ഈ അധ്യയന വർഷം
കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഇന്നുമൊക്കെ മുജിബുർ റഹ്മാനെയൊക്കെ പുറന്തള്ളിയിരുന്നു. 71 സംഭവങ്ങളും പുറത്തായി മാറ്റി കാണും. അതൊന്നും പഠിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇസ്ലാമിക വിഷയങ്ങൾ മാത്രം പഠിപ്പിച്ച് കുട്ടികളെ ഇന്ത്യക്കെതിരായിട്ട് ലോകത്തിനെതിരായിട്ട് തിരിക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ ജിന്നിനെ പറ്റിയൊക്കെ പഠിപ്പിക്കും. അതെ, ഇസ്ലാമിനെ പറ്റി ജിഹാദിനെ പറ്റിയൊക്കെ പഠിപ്പിക്കും. ഈ ജിന്ന ഒന്നുമല്ലാതെയാണ് അവസാനം മരിക്കുന്നത് പാകിസ്ഥാന് വേണ്ടി വാദിച്ചതിന് ശേഷം. എനിക്ക് തോന്നുന്നു യൂനിസും അധികം താമസിയാതെ ഇതേ വഴിയിലേക്ക് വരും, ഷെയ്ഖ് ഹസീന അവിടെ തിരിച്ചു വരും. എനിക്ക് അങ്ങനെ ശുഭാപ്തി വിശ്വാസം തോന്നുന്നുണ്ട്. അല്ല, ഇയാൾ അധികം കാലം ഉണ്ടാവില്ല. കാരണം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രക്ഷോഭം ഇപ്പോൾ ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ച വളരെ കരുത്തോടു കൂടിയാണ് നടന്നത്. ഉടനെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ വാക്കറുസ്സമാൻ പട്ടാള മേധാവി ഹസീനയുടെ ബന്ധുവാണ്, അയാളും ഘടിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത ജൂണിൽ നടത്താം എന്നാണ് യൂനിസ് പറയുന്നത്. യൂനിസിനെതിരെ കുറെ കേസുകളുണ്ട്. അപ്പോൾ ഷെയ്ഖ് ഹസീന ആ കേസിൽ ഇയാളെ പിടിച്ചിട്ട് അറസ്റ്റുമൊക്കെ പിടിച്ച് അയാൾ ഫ്രാൻസിലേക്ക് രക്ഷപ്പെട്ടതാണ്. ഇതുകൊണ്ട് അപ്പോൾ അയാൾക്ക് പാകിസ്ഥാനിൽ ഇനി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഭരണം വേണം. അപ്പോൾ അതുകൊണ്ട് അടുത്ത ജൂൺ ആവുമ്പോൾ അയാൾ പറയും ഇല്ല ഡിസംബറിൽ നോക്കാം എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിയുന്നത് കൊണ്ട് ഇവർ എങ്ങനെയെങ്കിലും അയാളെ പുകച്ചു പുറത്ത് ചാടിക്കാനാണ് സാധ്യത. ഇന്ത്യ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അയാൾ പുറത്തു പോക്കുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.